അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ വിജ്ഞാനം നൽകട്ടെ. നമുക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് തിരിയാത്ത ഒരു സ്വഭാവം നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം ഒരു പ്രാവശ്യം നമ്മുടെ നേതൃത്വം പറഞ്ഞാല് മനസ്സിലാകാത്തൊരു സ്വഭാവം നമുക്കിടയിൽ കാണപ്പെടുന്നു. പലപ്പോഴും ആദ്യം അള്ളാഹുവിന്റെ ആലിമീങ്ങളും അള്ളാഹു തആല അവന്റെ ദീനിനെ നോക്കി നടത്താൻ ഏൽപ്പിച്ച തൗഫീഖ് നൽകപ്പെട്ട ആളുകളാണ് അവർ ആരാണെന്ന് നമുക്ക് ആദ്യം അറിയണം. ഒരു ആലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഒരു ആലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമായ മനുഷ്യൻ ഒരു പള്ളിപ്പറമ്പിലേക്ക് കടന്നുപോയാൽ തന്നെ അവൻ അവിടെ പോയിട്ട് സലാം പറയണ്ട, ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എന്നാൽ തന്നെ പള്ളിപ്പറമ്പിലുള്ള മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്. ഇന്ന് എന്തു പറഞ്ഞാലും പുച്ഛമേ നമുക്കുള്ളൂ. വിവരമില്ലാത്ത ആളുകൾക്ക് പുച്ഛമേ ഉള്ളൂ അവർ പറയുന്നത് കേട്ടിട്ട്. അവരെ മേലേക്ക് കുതിര കയറുക എന്നല്ലാതെ മറ്റെന്തു പണിയാ നമ്മൾ കാണിക്കുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കരിമ്പാറകൾക്കുള്ളിലൂടെ ചലിക്കുന്ന ഉറുമ്പുകൾ വരെ, കടലിലൂടെ ഉള്ളിയിട്ട് കളിക്കുന്ന മത്സ്യങ്ങൾ വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടെ പറയാണ്, സിറാത്ത് പാലത്തിന്റെ മുകളിൽ എല്ലാ സമയവും സദാസമയവും അല്ലാഹുവിനക്ക് വേണ്ടി സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവനും ഒരു പണ്ഡിതനായ, ഒരു മുതഅല്ലിമായ, ഒരു ആലിമായ മനുഷ്യനും കൂടെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ എത്തപ്പെട്ടാൽ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയവും ഇബാദത്തിൽ മുഴുകിയ ആളോട് അല്ല പറയുമത്രേ, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോയിക്കോളൂ. എന്നാൽ ഈ ആലിമിനോട് പറയും, നീ അവിടെ തന്നെ നിനക്ക്, നീ പോവാനായിട്ടില്ല. എന്നിട്ട് അല്ല അവനോട് പറയുന്നത് എന്താണെന്നറിയോ? നിന്നെ ഭൗതികമായ ലോകത്ത് നിന്നെ സ്നേഹിച്ച, നിന്നെ ആദരിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നീ പറയുമ്പോൾ അതുപോലെ അനുസരിക്കപ്പെട്ട, നിന്നെ സ്നേഹിച്ച, നിനക്ക് വളരെ ആദരവ് നൽകിയ, നിനക്കിഷ്ടപ്പെട്ടവരുടെ കൈയൊക്കെ പിടിച്ചിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് വാസിലാവുക. ഒരു ആലിമിന്റെ പവറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് കാണാമല്ലോ, കുൻ ആലിമ, മോനെ നീ ഒന്നിരിക്കൽ ഒരു ആലിമാവുക. ഒന്നിരിക്കെ നീ ഒരു ആലിമാവുക. ഇനി ഒരാൾക്ക് ആലിമാവാൻ കഴിഞ്ഞിട്ടില്ല, ഔ മുതഅല്ലിമ, ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയെങ്കിലും ആവാൻ ശ്രമിക്കുക. ഇനി ഒരാൾക്ക് മുതഅല്ലിമാകാനും കഴിഞ്ഞിട്ടില്ല, ഔ മുസ്തമിഅ, ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും പറയുന്നത് കേൾക്കുന്നവനെങ്കിലും ആവുക. അതിനും ഒരാൾക്കിന് കഴിഞ്ഞിട്ടില്ല. ഔ മുഹിബ്ബ, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഇഷ്ടപ്പെടുന്നവനെങ്കിലും ആവുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിന്റെ അവസാനത്തിൽ പറയുകയാ, ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ ഒരു വിഭാഗത്തിൽ പെട്ടുകൊണ്ട് മോനെ നമ്മൾ അതപ്പതിച്ചു പോകരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി